തേങ്ങ വറുത്തരച്ചിട്ടുള്ള ഒരു കൊഞ്ച് കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ അതിലേക്ക് ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അതേപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഒരു നുള്ള് ഉലുവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇത് ഞാൻ എയർ ഫ്രയറിൽ വെച്ചാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് അത് ഏകദേശം ഒന്നായി വന്നതിന് ശേഷമാണ് ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുക്കുന്നത്. ഇത് കുറച്ചും കൂടി ഈസിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ആദ്യമേ ചട്ടിയിലിട്ട് വറുക്കുമ്പോൾ കുറേ ടൈം എടുക്കും ഇത് വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. എയർ ഫ്രയറിൽ വെച്ച് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ചൂട് വരുന്നത് കൊണ്ട് തന്നെ മുകളിലത്തെ തേങ്ങ മാത്രമാണ് ഒന്ന് റോസ്റ്റ് ആവുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിതെടുത്ത് ഒന്ന് ഇളക്കി ഇങ്ങനെ ഒന്ന് തട്ടി വെച്ച് കൊടുക്കണം. അങ്ങനെ തേങ്ങ ഈ ഒരു പരുവമായി മാറുമ്പോൾ ഞാൻ ഇതിനെ ഒരു ചീനച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ചും കൂടി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തേങ്ങ ഫ്രൈ ആയിട്ട് കിട്ടുമേ. ഇനി അതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ തേങ്ങ വറുത്തത് തണുത്ത് വന്നതിന് ശേഷം നമ്മളിതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും നിങ്ങൾക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം ഒരു തക്കാളി അരിഞ്ഞതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 പച്ചമുളക് നെടുവെ മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തീ കത്തിച്ചതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൊഞ്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് വരട്ടെ. അപ്പം നിങ്ങളുടെ ആ ഒരു ഗ്രേവിയുടെ തിക്നെസ്സിനനുസരിച്ച് നമുക്കിത് തിളപ്പിച്ചെടുക്കാമേ. അപ്പോൾ എത്രയാണോ ഗ്രേവിക്ക് തിക്നെസ് വേണ്ട അത്രയും സമയം തിളപ്പിച്ചാൽ മതി. അപ്പം നമ്മുടെ കറി എന്തായാലും വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നമുക്ക് താളിച്ച് ചേർക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അത് ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു നുള്ളു ഉലുവ കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഈ താളിച്ചത് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നിളക്കി കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് കറിയുടെ റെസിപ്പി, തേങ്ങ വറുത്തരച്ച കൊഞ്ച് കറിയുടെ റെസിപ്പി എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.